സുഹൃത്തുക്കളെ, കുറച്ച് ഡോക്യുമെൻറ്റ്സ് കുറച്ച് വൈകിയ വേളയിലാണെങ്കിലും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് 2015 ഇതിൽ വലിയ കഥയൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ പള്ളിപ്പണി ഓഗസ്റ്റ് 15 തീരാണല്ലോ. എങ്കിലും നിങ്ങളൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കുക. 2015 കേട്ടോ. 2015 നമ്മുടെ വീടുകളിലേക്ക് തന്ന അഭിപ്രായ സർവേ. ഓക്കെ, ഇതിൽ നമ്മുടെ ഇപ്പോഴത്തെ എൻജിനീയർ സന്തോഷ് ജോൺ കൊടുത്ത പ്ലാനിൻ്റെ ഏരിയ 9103 ചതുരശ്ര അടി. നിർമ്മാണ ചെലവ് 5 കോടി കേട്ടോ. നിർമ്മാണ ചെലവ് 5 കോടി. പുതുതായി വാങ്ങിയ സ്ഥലത്ത് സെമിത്തേരിയുടെ തറനിരപ്പിൽ നിർമ്മിക്കുന്നു. ഏരിയ 8178 ചതുരശ്ര അടി. നിർമ്മാണ ചെലവ് 7 കോടി കേട്ടോ. 7 കോടി. 2015 ഇപ്പോൾ വാങ്ങിയ സ്ഥലത്ത് പള്ളി പണിയാനായിട്ട് വരുന്ന ചെലവ് 7 കോടി. ശ്രദ്ധിക്കുക. ഇനി 2021 ഇത് 2015 കേട്ടോ. ഇനി 2021 എക്സ്പെക്റ്റഡ് എസ്റ്റിമേറ്റ് ഫോർ ദ പ്രപ്പോസഡ് സെൻറ്റ് ജോസഫ് ചർച്ച്. ഇതേ എൻജിനീയർ തന്നെ കൊടുത്തപ്പോൾ അത് എത്രയായി? 4,48,00,000 രൂപ. എത്രയെന്ന് ഏതാ വർഷം? 2021 ഡിസംബർ 9. തമാശ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 2021 4,48,00,000 എവിടെ? സിംസ്തേരിയുടെ അവിടെ ഇത് നിർമ്മിക്കാനായിട്ട്. അത് 2015 എത്രയായി? 2015 7 കോടി. 2015 7 കോടി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? തമാശയാണത്. 2015 7 കോടി. അത് 2021 ആയപ്പോൾ 4,48,00,000. അപ്പോൾ ആ തമാശ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അടുത്തൊരു തമാശ ഇപ്പോൾ കാണിച്ചു തരാം. ഇനിയാണ് നമ്മുടെ വീടുകളിലേക്ക് തന്ന, ഇപ്പോൾ പുതിയ അച്ഛൻ വന്നപ്പോൾ 2022 അഭിപ്രായ സർവേ നമ്മുടെ വീടുകളിലേക്ക് തന്ന ഒരു 21 പേജുള്ള ഫയല്. ഓക്കെ, നിങ്ങളെല്ലാവർക്കും കിട്ടിക്കാണെന്ന് കരുതുന്നു. 21 പേജുള്ള ഫയൽ. അതിൽ ഈ 4,48,00,000 രൂപ ഒരു പറ്റിക്കൽ നമ്പർ അല്ലേ എന്ന് ചോദ്യം ചെയ്തപ്പോൾ അത് ആൾക്കാരുടെ ഈ ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റണ്ടായപ്പോൾ ഒരു ടെക്നിക്കൽ കമ്മിറ്റീനെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എക്സ്പെക്റ്റഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എവിടുത്തെ സെക്കൻഡ് ഫ്ലോർ പള്ളിയുടെ അത് ഇതേ എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ. 6,19,00,000. റിവൈസ് ചെയ്തപ്പോഴും അത് എത്രയായിട്ടുള്ളൂ? 6,19,00,000 ആയിട്ടുള്ളൂ. തമാശ നിങ്ങൾ മനസ്സിലാക്കണം. 6,19,00,000 രൂപ. ഇവിടെ ഇതേ എൻജിനീയർ പുതിയതായി വാങ്ങിയ സ്ഥലത്ത് സിമിത്തേരിയുടെ തറനിരപ്പിൽ നിർമ്മിക്കുന്നു. ഏരിയ 8178. നിർമ്മാണ ചെലവ് 7 കോടി. എപ്പോൾ? 2015. തമാശ മനസ്സിലാക്കുക. ഇതേ എൻജിനീയർ തന്നെ S&J അസോസിയേറ്റ്, സന്തോഷ് ജോൺ അസോസിയേറ്റ്സ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. ഈ 6,19,00,000 പ്ലാൻ തന്നത് സന്തോഷ് ജോൺ തന്നെ. അത് ഏതാ വർഷം? അത് 2022. അപ്പോൾ 2015 7 കോടി. 7 കോടി. അത് 2022 ആയപ്പോൾ എത്രയായി? 6,19,00,000. തമാശ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു തമാശയും കൂടി ഉണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. ഡേവിസ് ആൻ്റണി ഈ വീടുകളിലേക്ക് തന്ന 21 പേജുള്ള ഫയലിൽ പറഞ്ഞിരുന്നത് നിലവിലുള്ള ദേവാലയവും പള്ളിമേടയും പൊളിച്ച് അവിടെ തന്നെ ദേവാലയം നിർമ്മിക്കുന്നതിന് എൻജിനീയർ ഡേവിസ് ആൻ്റണി തന്ന പ്ലാനിൽ ടോട്ടൽ കോസ്റ്റ്, അതായത് കാറ്റിസം, വേദപാഠ സ്കൂള്, പള്ളിമേട, പള്ളി എല്ലാം കൂടെ പണിതത് 7,89,68,000 രൂപ. എവിടെ? ഇപ്പോൾ മുകളിൽ നിൽക്കണ പള്ളി പൊളിച്ചിട്ട് താഴെ 20 അടി ഹൈറ്റിൽ പില്ലറടിച്ച് പണിയാനായിട്ട് സന്തോഷ് ജോൺ കൊടുത്ത പ്ലാനിൽ 7,10,00,000 രൂപ. 7 കോടി, വെറും 7,10,00,000 രൂപ. താഴെ 18 അടി താഴെ പില്ലറടിച്ച് പണിയാനായിട്ട് 7,10,00,000. സന്തോഷ് ജോൺ കൊടുത്തത് അതിനേക്കാൾ കൂടുതലാണ്. സമനിരപ്പിൽ പണിയാനായിട്ട് 7,89,00,000. അപ്പോൾ ഇനി മുമ്പത്തെ ഒരു തമാശയും കൂടെ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. അതായത് 2022 സന്തോഷ് ജോൺ കൊടുത്ത പള്ളി പ്ലാൻ ഇപ്പോൾ പണിതിരിക്കുന്നത് 7,10,00,000.
2015 സന്തോഷ് ജോൺ കൊടുത്തപ്പോൾ എത്രയാ? 7 കോടി. 10 വർഷം മുമ്പ് 8178 ചതുരശ്ര അടി പള്ളി പണിയാനായിട്ട് 7 കോടി രൂപ. അത് 2022 ആയപ്പോൾ അപ്പോഴും 7,10,98,000 രൂപ. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കുക, 4,48,00,000 പള്ളി പണിയാന്ന് പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അത് ഇത്രയും കൂടിയത്. അതല്ലെങ്കിൽ ഈ 4,48,00,000 തന്നെയായിട്ട് ഇരുന്നേനെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. സമയം വൈകിട്ടില്ല എങ്കിലും ഓഗസ്റ്റ് 15 ഇത് തീരുന്ന പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം.